യൗമഇദിൻ ശഅനുൻ യുഗ്നീഹ്. ആരും ആരെയും കാണാൻ നിൽക്കുന്നില്ല എന്നാണ്. എല്ലാവരും പരസ്പരം ഓടിമാറാണ്, എല്ലാവരും പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ തിരിഞ്ഞു നോക്കുന്നില്ല, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, സഹോദരന്മാര് തിരിഞ്ഞു നോക്കുന്നില്ല, മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, കുടുംബക്കാര് തിരിഞ്ഞു നോക്കുന്നില്ല. ഓരോരുത്തർക്കും യൗമഇദിൻ അന്നേ ദിവസം ശഅനുൻ യുഗ്നീഹി, അവനവന് തന്നെ ചിന്തിക്കാൻ മാത്രമുള്ള പ്രയാസങ്ങളുണ്ട്, പണികളുണ്ട് എന്നാണ്. അവന്റെ തന്നെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ചിന്തകളുമായിട്ട് ഓടി നടക്കുക. അപ്പോഴാ പിന്നെ ഭാര്യന്റെ മക്കളെ കുട്ടികളെ ഒന്നും നോക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പോ കഷ്ടപ്പാടൊക്കെ ദീനിന്റെ കാര്യത്തിലാണ്, ആ ദീനിന്റെ കാര്യം മാറ്റിവെച്ചുകൊണ്ടാണ് എങ്കിൽ ഈ മുന്നറിയിപ്പ് നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ദീനിന്റെ കാര്യം മാറ്റിവെച്ചുകൊണ്ട് ആരെയും പരിഗണിക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ദീനിന്റെ വിഷയത്തിലായിരിക്കണം സ്നേഹം, അതിന്റെ പേരിലായിരിക്കണം ബന്ധം, അതിന്റെ പേരിലായിരിക്കണം ജീവിതത്തിന്റെ ഓരോ നീക്കങ്ങളും. അല്ലെങ്കിലോ രണ്ടും നഷ്ടം. ദുനിയാവില് കഷ്ടപ്പാട് ബാക്കി, പരലോകത്ത് അതിനേക്കാൾ വലിയ പരാജയം കാത്തിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ ആരും ആരെയും സഹായിക്കൂല എന്നാണ്. മാത്രല്ല സ്വാർത്ഥന്മാരായിരിക്കും എല്ലാവരും. ഇപ്പോ നമ്മളൊക്കെ സ്വാർത്ഥന്മാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ആ വലയത്തിന്റെ വൃത്തം കുറച്ച് വലുതാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും എൻ്റെ വീടും എൻ്റെ കാറും എൻ്റെ ജോലിയും എൻ്റെ ശമ്പളവും, അതിനപ്പുറത്തൊന്നും ചിന്തിക്കാൻ എനിക്ക് സമയമില്ല എന്നാണ്. അപ്പൊ ആ സ്വാർത്ഥതക്ക് കുറച്ച് വലയത്തിന്റെ കുറച്ച് വലുപ്പുണ്ട്. പക്ഷെ പരലോകത്തെത്തുമ്പോഴോ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസ്വഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി. അന്നേ ദിവസം ഈ കുറ്റവാളി ആഗ്രഹിച്ചു പോകുന്നത് എന്താണെന്നറിയോ? ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ, ഇന്നേ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ പടച്ചോനെ, ഞാൻ എൻ്റെ മോനെ തരാം. അവന്റെ കരളിന്റെ കഷ്ണമായിരുന്നു, കൺമണിയായിരുന്നു. ഓന് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, ഓന് വേണ്ടിയാണ് പണിയെടുത്തത്. പക്ഷെ പരലോകത്തെത്തുമ്പോഴോ റബ്ബിനോട് പറയും, റബ്ബേ ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹി, മക്കളെടുത്തോ, ഈ മക്കളെ കൊണ്ടുപോയി നരകത്തിലിട്ടോ, എനിക്ക് പ്രശ്നമല്ല. വസാഹിബത്തിഹി, എന്റെ ഭാര്യയെ എടുത്തോ, വഅഖീഹി, എന്റെ സഹോദരനെടുത്തോ, വഫസീലത്തിഹി അല്ലതി തുവീഹി, എനിക്ക് അഭയം നൽകി എന്റെ കുടുംബത്തെ എടുത്തോ. എന്നിട്ട് അവൻ പറയുന്നത് എന്താ? ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാരെ നീ അങ്ങെടുത്തോ, പക്ഷേ എനിക്ക് രക്ഷപ്പെടണം, അവന് രക്ഷപ്പെടണം. നോക്കൂ, മനുഷ്യന്മാരെ സ്വാർത്ഥത സ്വന്തം ശരീരത്തിലേക്ക് ചുരുങ്ങിപ്പോയി എന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സ്വാർത്ഥത ഒരുപക്ഷെ അവിടെ പ്രകടമാക്കേണ്ടി വരിക ആരാ? അവൻ ദുനിയാവിൽ ഇവർക്ക് വേണ്ടി ഓടി നടന്നവരായിരിക്കും. അതുകൊണ്ടല്ലേ അവരെ കൊടുക്കാമെന്ന് പറയുന്നത്. അതേ അവസരത്തിൽ എല്ലാരെയും കൂട്ടി എല്ലാവരും രക്ഷപ്പെടണം, ദീന് വേണം എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്നവരിങ്ങനെ പറയേണ്ടി വരില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആൾക്കാരവിടെ വരിക, അന്നേ ദിവസം ഖാശിയ, മുഖമിങ്ങനെ വിരളി പൂണ്ടിട്ട് പേടിച്ച് അഴണ്ടതായിരിക്കും. എന്താ അവരുടെ പ്രത്യേകത? അമിലത്തുൻ നാസിബ, ഒരുപാട് അമൽ ചെയ്ത് ക്ഷീണിച്ചവരായിരിക്കും അവര്. തസ്ലാ നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവരാ ചേർക്കപ്പെടും എന്നാണ്. അപ്പോ കുറെ അമലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തമൽ ചെയ്യണമെന്ന് അവൻ ചിന്തിച്ചിരുന്നില്ല. അല്ലേ? നമ്മുടെ കുറെ ആളുകളുണ്ട്, എത്ര ഓത്ത, എത്ര നിസ്കാര, എത്ര ദിക്ര, എത്ര ഹജ്ജ, എത്ര ദാന, പക്ഷെ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാണെന്ന്? അത് ചിന്തിക്കാൻ സമയമില്ല എന്ന് മാത്രമല്ല, പഠിക്കാൻ പോലും താല്പര്യമില്ല. പറഞ്ഞെടുത്താലോ അതും സ്വീകരിക്കൂല. നമ്മളെപ്പോഴും പറയാറുണ്ട്, സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാ മാർഗങ്ങളും പഠിപ്പിച്ചു തന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവാണ് സ്വർഗത്തിലെത്തിക്കേണ്ടത്. എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് പഠിപ്പിക്കേണ്ടത്, എന്തോതണം, എന്ത് പറയണമെന്ന് പാടണമെന്ന് അവിടുന്ന് പഠിപ്പിക്കേണ്ടത്. നമ്മളെ വക ഉണ്ടാക്കിയ എന്തെങ്കിലും ദിക്റോ, എന്തെങ്കിലും സ്വലാത്തോ, എന്തെങ്കിലും പുതിയ ആരാധന രീതിയോ കൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് വിചാരിക്കല്ലേ. അതുകൊണ്ട് പലതും ചെയ്യരുതെന്ന് പറയുമ്പോ ഇതുകൊണ്ട് അമൽ ചെയ്തത് കൊണ്ട് സ്വർഗത്തിലെത്തൂല എന്നാ പറഞ്ഞത്. ആ കൂട്ടത്തിൽ
കൂട്ടത്തിൽ നമ്മൾ പലതും എണ്ണിയിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പഠിപ്പിച്ചതല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അത് ദാരിയത്ത് സലാത്താകാം, ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഹൽക്ക സംഘടിപ്പിച്ചിട്ടുള്ള വ്യവസായവൽക്കരണമാകാം, ജന്മദിനാഘോഷമാകാം, ഹദ്ദാദ് റാത്തീബ് എന്നതുപോലെയുള്ള നല്ല ദിക്റുകൾ തന്നെ പ്രത്യേക രൂപത്തിൽ ചൊല്ലുന്നതാകാം. അങ്ങനെ ഏത് രൂപത്തിലായിരുന്നാലും അമൽ ചെയ്തത് കൊണ്ട് മാത്രമായില്ല, സ്വർഗത്തിൽ എത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായി തീരുകയും വേണം. ചില ആൾക്കാർ അന്ന് ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടുവരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ? അവര് 2 പെണ്ണ് കെട്ടിയവരാ. 2 പെണ്ണ് കെട്ടിയവർ വരുമെന്നല്ല, അങ്ങനെ പെണ്ണ് കെട്ടുക മാത്രമല്ല, അവർ നീതി പാലിച്ചില്ല എന്നാണ്. രണ്ട് ഭാര്യമാരുള്ള ആളുകള് 2 ഭാര്യമാരോടും തുല്യനീതി കാണിക്കണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഈ അനുവാദം ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് ഇസ്ലാമിന്റെ കൽപ്പന സ്വീകരിക്കാതിരിക്കുക. പലപ്പോഴും അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ. 2ാമത്തെ പെണ്ണും കെട്ടും, പിന്നെ ആദ്യത്തെ പെണ്ണിനെ തിരിഞ്ഞു നോക്കൂല, അതല്ലെങ്കിൽ 2ാമത്തെ പെണ്ണിനെ തിരിഞ്ഞു നോക്കൂല, ഒരിക്കൽ കെട്ടിയിട്ടിട്ട് അങ്ങോട്ട് പോകും, പിന്നെ ആദ്യത്തോളടുത്തേക്ക് തന്നെ അങ്ങ് പോകും. അനീതി കാണിക്കുന്ന എത്രയോ ബഹുഭാര്യത്വം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പാണ്, പരലോകത്ത് അവരെ ഹാജരാക്കപ്പെടുമ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ടുവരും. കാരണം അവൻ അന്യായം കാണിച്ചു, ഒരാളുടെ ഭാഗത്തേക്ക് മാത്രം ചായ്വ് കാണിച്ചു. ആ രൂപപ്രകൃതിയാൽ അവരവിടെ ഹാജരാക്കപ്പെടുമെന്നാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ചില ആൾക്കാർ വരും. അതേ പ്രകാരം തന്നെ വേറെ ചില ആൾക്കാരോ ചില ആളുകൾ പ്രസന്നവദരായിരിക്കും, ലാഹിക്കത്തും മുസ്തബ്ശിറ, ചിരിച്ചുകൊണ്ടായിരിക്കും അവർ കടന്നു വരിക. അന്നേ ദിവസം റബ്ബിന്റെ കോടതിയിൽ അവർക്ക് ആ രൂപത്തിൽ പ്രസന്നവദനരാകാനുള്ള ചാൻസ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ദുനിയാവിലോ അങ്ങനെ തന്നെ ആയിരിക്കണം അവര്. കാരണം എന്താ? ആരോടും പകയില്ലാത്തവർ, ആരോടും വിദ്വേഷമില്ലാത്തവർ, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നവര്, ആരുടെ മനസ്സിൽ പക വെച്ചുകൊണ്ട് മുനാഫിക്കിന്റെ നിഫാക്കിന്റെ അടയാളങ്ങൾ കാണിക്കാത്തവര്, അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ പ്രസന്നവദനരായിട്ട് ഹാജരാകാൻ സാധിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ അതിഥികളായിട്ട് അല്ലാഹു മുത്തഖീങ്ങൾ അവിടെ ഒരുമിച്ച് കൂട്ടുമെന്നും ചില ആയത്തുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് കണ്ണ് കാണൂല എന്നാണ്. ആ കണ്ണ് കാണാത്ത ആള് റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ വഖദ് കുന്തു ബസീറാ. റബ്ബേ, എന്നെ എന്തിനാ അന്ധനാക്കി ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? ഞാൻ നല്ല കാഴ്ചയുള്ള മനുഷ്യനായിരുന്നല്ലോ. അല്ലാഹു അവനോട് പറയും, ഖാല കദാലിക അത്തത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എന്താ സൂചിപ്പിക്കുന്നത്? ഇത് പ്രകാരം തീർച്ചയായിട്ടും നിന്റെ അടുക്കിലേക്ക് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നുവല്ലോ, എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞവനാണല്ലോ. പടച്ചോന്റെ ദൃഷ്ടാന്തമൊക്കെ നിനക്ക് വന്നിരുന്നു, പക്ഷേ നീ അത് മറന്നു കളഞ്ഞു എന്നാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ, ആയത്തുകൾക്ക് നേരെ കണ്ണടച്ച ആൾക്കാർക്ക് പരലോകത്ത് തന്നെയായിരിക്കും അവസ്ഥ. പള്ളി കാണാൻ കണ്ണുണ്ടായിരുന്നില്ല, പാവങ്ങളെ കാണാൻ കണ്ണുണ്ടായിരുന്നില്ല, നല്ലത് കാണാൻ കണ്ണുണ്ടായിരുന്നില്ല, ഖുർആൻ നോക്കാൻ കണ്ണുണ്ടായിരുന്നില്ല, നല്ലത് ദർശിച്ച് പടച്ചവന്റെ ദൃഷ്ടാന്തമാണെന്ന് ചിന്തിക്കാൻ കണ്ണുണ്ടായിരുന്നില്ല. അവന്റെ കണ്ണ് തോന്നിവാസങ്ങൾ കാണാനുണ്ടായിരുന്നു, പല രൂപത്തിലും പലതും കാണാൻ അവന്റെ കണ്ണ് ചെലവഴിച്ചിരുന്നു. റബ്ബിന്റെ ആയത്തുകൾക്ക് നേരെ കണ്ണ് തിരിച്ചു വിട്ടില്ലെങ്കിൽ പടച്ചവന്റെ കോടതിയിൽ അന്ധനായിരിക്കുമെന്ന് ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. അപ്പൊ പ്രിയമുള്ളവരെ, അങ്ങനെയും ചില ആളുകളെ അവിടെ ഹാജരാക്കപ്പെടുമെന്ന് ഖുർആൻ. അപ്പൊ ഏതായിരുന്നാലും മരണാനന്തര ലോകത്ത് ആ ദിവസം ഭയാനകമായിരിക്കും. അന്നേ ദിവസം മനുഷ്യന്മാര് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അന്വേഷിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹു ആരോടും അനീതി കാണിക്കില്ല. അവനവൻ പ്രവർത്തിച്ചത് മാത്രമേ അവിടെ അവൻ അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്നാണ്. പക്ഷെ വിചാരണക്കെടുക്കൂല. വിചാരണക്കെടുക്കാൻ വേണ്ടി അമ്പിയാക്കളടുത്തേക്ക് പോയി നോക്കും എന്നാണ്. അമ്പിയാ മുർസലീങ്ങളൊക്കെ അവരവരുടേതായ പ്രയാസങ്ങൾ പറയും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്തിന് വേണ്ടി തയ്യാറാകും എന്നാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ, ശഫാഅത്ത് ഇസ്ലാം അംഗീകരിക്കപ്പെട്ട ശഫാഅത്തുണ്ട്. അത് ഈ മരണാനന്തര ലോകത്ത് തന്നെ നടക്കുന്ന 3-4 ശഫാഅത്തുകളുണ്ട്. ദുനിയാവിലും ചില ശഫാഅത്തുകളുണ്ട്. അതൊക്കെ ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുള്ളതാണ്. അഥവാ ജീവിച്ചിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശഫാഅത്ത് പറയാൻ ഇസ്ലാമിലുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്നോട് പറയാ, ദ്വാരക്കണേന്ന് പറയാം.
അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശഫാഅത്ത് പറയാന്നുള്ളത് ഇസ്ലാമിലുള്ളതാണ്. മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ നടത്തുന്ന ശുപാർശ എന്ന് തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ശുപാർശ ഇസ്ലാമിലുണ്ട്. മരിച്ച മയ്യത്തിന് വേണ്ടിയുള്ള റെക്കമെൻഡ് ശുപാർശ. അപ്പൊ 2. മൂന്നാമത് മരണാനന്തര ലോകത്ത് നടക്കുന്നതാ. ഇത് 3ഉം ഇസ്ലാം അംഗീകരിച്ച ശുപാർശയാണ്. പക്ഷെ മനുഷ്യന്മാരിന്ന് പലപ്പോഴും ശുപാർശ ഷഫാഅത്ത് എന്നൊക്കെ മനസ്സിലാക്കിയത് മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ശുഫാഅത്ത് പറയും, ശുപാർശ പറയും എന്നുള്ള അന്ധവിശ്വാസമുണ്ട്. അതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും രേഖയില്ല. ആ രൂപത്തിൽ ഒരു പരാമർശവും എവിടെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അത്തരമൊരു ശുപാർശയിൽ വിശ്വസിച്ച് നടക്കേണ്ടതും ഇല്ല. അപ്പോൾ ശുപാർശ ഉണ്ട്. മനുഷ്യന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർശിന്റെ ചുവട്ടിൽ പോയിട്ട് സുജൂദിൽ കിടക്കും. റബ്ബിനോട് പറയും, റബ്ബിനെ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കും. റബ്ബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയും, യാ മുഹമ്മദ് ഇർഫഇ റഅസക സൽ തുഅത വശ്ഫഅ തുശ്ഫഅ. നീ ചോദിച്ചോ മുഹമ്മദേ, നിന്റെ ശുപാർശ സ്വീകരിക്കാം, നിന്റെ ചോദ്യം ഞാൻ ഉത്തരം നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിസാബിനെടുക്കാൻ വേണ്ടി പറയുന്നു. മുഅ്മിനീങ്ങളെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബിനെടുക്കും എന്നാണ്. ഇതേ പരലോകത്ത് തന്നെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ ഹൗദുൽ കൗസർ ഉണ്ട്. അതേ പ്രകാരം തന്നെ ചുട്ടുപൊള്ളുന്ന